ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. കുശവനും ജീവിതപാഠവും. ഒരു മനോഹരമായ ഗ്രാമത്തിൽ രാമയ്യൻ എന്നൊരു കുശവൻ ജീവിച്ചിരുന്നു. അവനുണ്ടാക്കുന്ന മൺചട്ടികൾ ഗ്രാമം മുഴുവൻ പ്രശസ്തമായിരുന്നു. അവനൊപ്പം അവന്റെ കുഞ്ഞുമകൻ കണ്ണനും എപ്പോഴുമുണ്ടാവുമായിരുന്നു. കണ്ണന് ഏറ്റവും ഇഷ്ടം അച്ഛൻ മണ്ണുകൊണ്ട് ചട്ടികളുണ്ടാക്കുന്നത് നോക്കുന്നതായിരുന്നു. ചക്രം കറങ്ങുമ്പോൾ മണ്ണ് പതിയെ മനോഹരമായ ചട്ടിയായി മാറുന്നത് അവനൊരു മായാജാലം പോലെ തോന്നും. ഒരു ദിവസം രാവിലെ പക്ഷികളുടെ ശബ്ദവും തണുത്ത കാറ്റും നിറഞ്ഞ സമയത്ത് രാമയ്യനൊരു വലിയ മനോഹരമായ കുടമുണ്ടാക്കാൻ തുടങ്ങി. കണ്ണൻ സന്തോഷത്തോടെ പക്കലിരുന്ന് നോക്കുകയായിരുന്നു. അച്ഛാ, ഈ കുടം ആർക്കാണ്? കണ്ണൻ ചോദിച്ചു. ഗ്രാമത്തിലെ ക്ഷേത്രത്തിനാണ് മകനെ, രാമയ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ചെറിയ കല്ല് മണ്ണിനുള്ളിൽ നിന്നും പുറത്തുവന്നു. അത് കാരണം കുടത്തിന്റെ വശം പൊട്ടി. കണ്ണന്റെ മുഖമുടൻ വിഷമമായി. അയ്യോ അച്ഛാ, ഇത്ര നല്ല കുടം നശിച്ചല്ലോ, അവൻ പറഞ്ഞു. പക്ഷേ രാമയ്യൻ ഒട്ടും ദേഷ്യപ്പെട്ടില്ല. അവൻ പതുക്കെ ആ ചെറിയ കല്ലെടുത്തു മാറ്റി. ശേഷം വീണ്ടും മണ്ണ് നന്നായി ചവിട്ടി പുതിയ കുടമുണ്ടാക്കാൻ തുടങ്ങി. കണ്ണൻ അത്ഭുതമായി. അച്ഛാ, നിങ്ങൾക്ക് ദുഃഖമില്ലേ? അവൻ ചോദിച്ചു. രാമയ്യൻ മകന്റെ തലയിൽ കൈവച്ച് സ്നേഹത്തോടെ പറഞ്ഞു. മകനെ, ജീവിതത്തിലും ഇങ്ങനെ ചെറിയ കല്ലുകൾ വരും. അത് പ്രശ്നങ്ങളായിരിക്കും, പരാജയങ്ങളായിരിക്കും, ചിലപ്പോൾ ആളുകളുടെ മോശം വാക്കുകളായിരിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് നിർത്താനാവില്ല. ആ കല്ല് മാറ്റി വീണ്ടും ശ്രമിക്കണം. അപ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. കണ്ണൻ ശാന്തമായി അച്ഛന്റെ വാക്കുകൾ കേട്ടു. അവന്റെ ചെറിയ മനസ്സിൽ ആ പാഠം ആഴത്തിൽ പതിഞ്ഞു. വൈകുന്നേരമായപ്പോൾ പുതിയ കുടം അതീവ മനോഹരമായി തയ്യാറായി. സൂര്യന്റെ വെളിച്ചത്തിൽ അത് തിളങ്ങുമ്പോൾ കണ്ണൻ സന്തോഷത്തോടെ പറഞ്ഞു. അച്ഛാ, ചെറിയ കല്ല് വന്നില്ലെങ്കിൽ ഞാനീ പാഠം പഠിക്കുമായിരുന്നില്ല. രാമയ്യൻ ചിരിച്ചു. അവൻ മകനെ ചേർത്തുപിടിച്ചു. ആ ദിവസത്തിനു ശേഷം കണ്ണൻ എന്തു ബുദ്ധിമുട്ട് വന്നാലും കരയാതെ വീണ്ടും ശ്രമിക്കാൻ തുടങ്ങി. ഗുണപാഠം: പരാജയങ്ങളും തടസ്സങ്ങളും കണ്ടു പിന്മാറാതെ അവയെ മാറ്റി നിർത്തി വീണ്ടും പരിശ്രമിക്കുന്നതാണ് വിജയത്തിലേക്കുള്ള വഴി. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോക കഥയിൽ കാണാം.